എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു വീട്ടിന്റെ പാലുകാച്ചിന് പോയാലോ? ആദ്യം ആ വീടൊന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇത് കൊച്ചിൻ കനീഫ. മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു മുഖമാണ് കൊച്ചിൻ കനീഫയുടേത്. കൊച്ചിൻ കനീഫയുടെ ഭാര്യ, 2 മക്കൾ. അവര് ഇന്ന് 16 വർഷത്തിന് ശേഷം പുതിയൊരു വീട് വെച്ചിരിക്കുകയാണ്. അത് കൊച്ചിൻ കനീഫ കഷ്ടപ്പെട്ട പൈസ കൊണ്ട്. മറ്റുള്ളവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ കരഞ്ഞുകൊണ്ടും വിധവാ കാർഡ് ഇറക്കിക്കൊണ്ടും വീഡിയോകളിട്ടും കരഞ്ഞും സോഷ്യൽ മീഡിയ കൈയടക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കൊച്ചിൻ കനീഫയുടെ ഭാര്യയും മക്കളെയും 16 വർഷത്തിനിടയ്ക്ക് വെച്ച് ഇന്ന് വരെ ഒരു സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടില്ല, ആരുടെ മുന്നിൽ കൈ നീട്ടിയിട്ടില്ല. അതാണ് കാണാൻ നമുക്ക് കൊച്ചിൻ കനീഫയുടെ വീടും ഭാര്യയും മക്കളെയും. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ കനീഫയുടെ കുടുംബത്തിന് വീടൊരുങ്ങി. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നിർമ്മിച്ചത്. കൊച്ചിൻ കനീഫയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലം വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസില, അതുപോലെ തന്നെ കൊച്ചിൻ കനീഫയുടെ മക്കളായ സഫയും മറവയും താമസിച്ചിരുന്നത്. കൊച്ചിൻ കനീഫയുടെ സമ്പാദ്യത്തിൽ സ്വപ്ന വീട് ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോഴീ കുടുംബം. വെണ്ണല അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ. പിതാവ് AB മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്നത് കൊച്ചിൻ ഹനീഫയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം. 5 ബെഡ്റൂം ഉൾപ്പെടെ മനോഹരമായി ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമെന്റോകൾ, അംഗീകാരങ്ങൾ, ഓർമ്മ ചിത്രം. മക്കളായ സഫയും മറവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഫയ്ക്കും മറവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫാസില കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഹനീഫയുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ്. തലശ്ശേരിക്കാരിയായ ഫാസില ഉറ്റവർ നിർബന്ധിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പേരിനു മുമ്പ് നാടിനെ അടയാളപ്പെടുത്തിയ വലിയ കലാകാരന്റെ ഓർമ്മകൾ ഈ മണ്ണിൽ തന്നെ തുടരണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഫാസിലയ്ക്ക്. 16 കൊല്ലം കടവന്ത്രയിലെ വാടക വീട്ടിൽ താമസിച്ച കുടുംബം കൊച്ചിയിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ സ്വപ്നം കൂടൊരുക്കി. 1 രൂപ പോലും ആരുടെ മുന്നിലും കൈനീട്ടാതെ. ചില ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ അനീഫ്ക്കാടെ സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് അനീഫ്ക്ക ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അത് ഏറ്റവും വലിയ അനീഫ്ക്കാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. നിയമക്കുരുക്കിലായിരുന്ന കൊച്ചിൻ ഹനീഫയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ കുട്ടികൾക്ക് 18 വയസ്സായതോടെ തിരികെ ലഭിച്ചതാണ് കുടുംബത്തിന് ആശ്വാസമായത്. സഫയെ CAയും മർവയെ CS പഠിപ്പിക്കണമെന്ന് ഹനീഫ ഫാസിലയോട് പറയുമായിരുന്നു. പഠിക്കുന്നത് ഏത് കോഴ്സിനെന്ന് അവർ തന്നെ പറയും. CAക്ക് തന്നെ പഠിക്കുന്നു. ഞാൻ CS. ഡ്രീം ഇങ്ങനെ നല്ല രീതിയിൽ ഉമ്മാനെയും എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കാനും അതൊക്കെ തന്നെ. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ദിലീപ് നടത്തിയ ഇടപെടൽ ഓർക്കുകയാണ് ഫാസിലയുടെ സഹോദരൻ ഫിറോസ് മാളിയേക്കൽ. അതിലവർ എടുത്തു പറയുന്നുണ്ട്, ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൊണ്ട് തന്നെ ഉണ്ടാക്കിയ വീടെന്ന്. കൊച്ചിൻ കനീഫ മരിച്ചു 16 വർഷം ഇവർ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. എന്നാലും ഒരു മനുഷ്യന്റെ മുന്നിലും കൈ നീട്ടാതെയും സോഷ്യൽ മീഡിയയിൽ വന്ന് വിധവാ കാർഡ് ഇറക്കി കരഞ്ഞു കാണിക്കാതെയാണ് അവർ ജീവിച്ചത്. ഇവരെയൊക്കെയാണ് കണ്ടുപഠിക്കേണ്ടത്, അല്ലേ? ഇവനറിയായിരുന്നു ഹനീഫ് ഖാന്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാന്റെ ഇനോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹനീഫ് ഖാന്റെ ഒരു സമീപനം അവിടെയൊക്കെ ഉണ്ടാവുന്നൊരു ഫീലാണ്. ഇത് 1-2 മാസമല്ല, 16 വർഷമാണ്. പിന്നെ ഇതിലെല്ലാം കൊച്ചിൻ കനീഫയുടെ അളിയൻ, അതായത് കൊച്ചിൻ കനീഫയുടെ ഭാര്യയുടെ ആങ്ങള ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, ദിലീപിനെ കുറിച്ച്. ഇന്ന് ദിലീപിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ദിലീപ്. കാരണം സോഷ്യൽ മീഡിയയിലായാലും സിനിമയിലായാലും ഒക്കെ ദിലീപ് ഒരു കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം ആർക്കും അത്ര ഇഷ്ടമല്ല. പക്ഷേ ദിലീപ് നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ദിലീപ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലതെന്ന് പറയണം. ഓക്കെ, ദിലീപ് കേസിൽപ്പെട്ടു, ജാമ്യത്തിലിറങ്ങി, അത് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്ന് ഇതുവരയ്ക്കും കോടതിയിലും തെളിഞ്ഞിട്ടും ഒന്നുമില്ല. എന്നാലും നമ്മളെ ആൾക്കാരെല്ലാം ദിലീപ് കുറ്റം ചെയ്തു എന്ന് മുദ്രകുത്തി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ദിലീപ് ചെയ്ത നല്ല കാര്യങ്ങൾ അത് നമ്മൾ കാണാതെ പോകരുത്. ദിലീപിനെ കുറിച്ച് കൊച്ചിൻ കനീഫയുടെ അളിയൻ പറയുന്നത്, ഈ വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി ആണ് എന്ന് സ്വയം അവകാശപ്പെട്ടതുകൊണ്ട് നടക്കുന്ന ഒരാളെ ഊന്നിക്കൊണ്ടാണ് എല്ലാവരും പറയുന്നത് കൊച്ചിൻ കനീഫയുടെ ഭാര്യയെ കണ്ട് പഠിക്കണമെന്ന്. അതെ, കൊച്ചിൻ കനീഫ മരിക്കുമ്പോൾ 4 വയസ്സുള്ള ചെറിയ കുട്ടികളായിരുന്നു, അത് 2 പെൺകുട്ടികളായിരുന്നു കൊച്ചിൻ കനീഫയ്ക്ക് ഉണ്ടായിരുന്നത്.
കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ ഒരു വാടക വീട്ടിലായിരുന്നു. സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലായിരുന്നു. എന്നിട്ടും കൊച്ചിൻ ഹനീഫയുടെ ഭാര്യയാണെന്നും ഇത് കണക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് വിധവാക്കാരുടെയൊക്കെയും കരഞ്ഞും വിളിച്ചും ശരീരം കാണിച്ചും ഒന്നും പൈസ ഉണ്ടാക്കുവോ അല്ലെങ്കിൽ ആരെക്കൊണ്ടും നെഗറ്റീവ് പറയിപ്പിക്കുകയോ നെഗറ്റീവിലൂടെ പ്രശസ്തി നേടാനോ ഒന്നും അവരൊന്നും ചെയ്തിട്ടില്ല. കൊച്ചിൻ ഹനീഫ ഉണ്ടാക്കി വെച്ചിരുന്ന പൈസ കുട്ടികൾക്ക് 18 വയസ്സായാലേ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചതെന്നാണ്, വീട് വെക്കാനായിട്ട് ഇത്രയും താമസിച്ചതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇവരൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ മാതൃകയാവേണ്ടത്. അതായത് സെലിബ്രിറ്റി ആയിരുന്ന ഒരാള് മരിച്ചു പോയപ്പോൾ അവരുടെ ഭാര്യയും മക്കളും എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെയാണ് ഇപ്പൊ അവര് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചില ആൾക്കാർക്ക്. പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്തുവാ ദിലീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദിലീപിന് ഈ ഒരു കേസും വഴക്കൊക്കെ വരുന്നതിന് മുന്നേ കേരള ജനതയ്ക്ക് മുഴുവൻ ദിലീപിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഒരു കേസ് വന്നതിന് ശേഷമാണ് ദിലീപിനെ ആർക്കും ഇഷ്ടമല്ലാതായത്. അതിനുശേഷം ദിലീപ് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ആരും കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും പറയുന്നത്, അതായത് ധ്യാൻ ശ്രീനിവാസന് ഏതൊരു പിക്ചറിന്റെ പ്രൊമോഷൻ ഇതിൽ പറയുന്നുണ്ടായിരുന്നു, ശ്രീനിവാസൻ മരിച്ചതിന് ശേഷം ധ്യാനെ ദിവസവും വിളിക്കുമായിരുന്നു, അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വെക്കുമായിരുന്നു. അതേ കണക്ക് തന്നെയാണ് നമ്മൾ എവിടെ ഏതൊരു സെലിബ്രിറ്റീസ്, അതായത് സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന ആര് മരിച്ചു കഴിഞ്ഞാലും ദിലീപിനെ നമുക്ക് അവിടെ കാണാൻ കഴിയുമായിരുന്നു. ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടാണ് ദിലീപ് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ദിലീപ് ആ മരിച്ചുപോയ ആ വീട്ടുകാരുമായിട്ട് എപ്പോഴും ഒരു കോണ്ടാക്ട് വെക്കുമായിരുന്നു. അതേ കണക്ക് തന്നെയല്ലേ ഇപ്പം കൊച്ചിൻ ഹനീഫയുടെ അളിയൻ പറയുന്നത്. അതായത് കൊച്ചിൻ ഹനീഫയുടെ സ്വഭാവം ആരിൽ നിന്നും കൈനീട്ടി ഒന്നും മേടിക്കുന്നതോ ആരോടും ഒരു സഹായം ചോദിക്കുന്നതോ ഒന്നും കൊച്ചിൻ ഹനീഫയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ദിലീപ് വിചാരിച്ചു കൊച്ചിൻ ഹനീഫയുടെ വീട്ടുകാരെ എങ്ങനെ സഹായിക്കാം എന്ന് വിചാരിച്ചിട്ട് കൊച്ചിൻ ഹനീഫയുടെ കാറ് സെറ്റിലേക്ക് എടുത്തുകൊണ്ട് അതിനൊരു തുക നൽകിക്കൊണ്ട് കൊച്ചിൻ ഹനീഫയുടെ വീട്ടുകാരെ സഹായിച്ചിരുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഞാനതാണ് പറയുന്നത്, ഈ ഒരു കേസ് കഴിഞ്ഞതിന് ശേഷം ദിലീപ് ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല, കാണാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ദിലീപ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് കണക്ക് ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. കോടതി പറഞ്ഞിട്ടില്ല. കോടതി ജാമ്യം നൽകിയിട്ടുമുണ്ട്. അത് കുറ്റക്കാരനാണെന്നും പറഞ്ഞിട്ടില്ല, കുറ്റക്കാരനല്ല എന്നും പറഞ്ഞിട്ടില്ല കോടതി. എന്താണ് സത്യാവസ്ഥയെന്ന് ഇന്നും ആർക്കും അറിയില്ല, നമുക്കും അറിയില്ല. സത്യം എന്തായാലും പുറത്തു വരട്ടെ.